ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ ശുശ്രൂഷയായ ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന 47-ാം ദിനം ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാം വചനമാണ്. അവിടെ കർത്താവിന്റെ ആത്മാവ് ശക്തമായി സാംസന്റെ മേൽ ആവസിച്ചു. ആ ശക്തി പ്രാപിച്ച് സാംസൺ ആട്ടിൻകുട്ടി എന്ന പോലെ ഒരു സിംഹത്തെ ചീന്തി കളഞ്ഞു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുക. ഒരു സിംഹത്തെ ചീന്തിക്കീറാൻ തക്കവണ്ണം, ഒരു ആയുധം കൂടാതെ സിംഹത്തെ ചീന്തിക്കളയുവാൻ തക്കവണ്ണം ശക്തി പരിശുദ്ധാത്മാവിന്റെ ആവാസ നിമിത്തം സാംസന് ലഭിച്ചതുപോലെ ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ശക്തി നിറയുവാൻ, എല്ലാ തിന്മയും തോൽപ്പിക്കുവാൻ, നല്ല കൂട്ടുകെട്ടുകൾ, ചീത്ത കൂട്ടുകളിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുവാൻ, നോ പറയേണ്ടടുത്ത് ശക്തിയോടുകൂടി നോ പറയുവാൻ, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും അവർ വിട്ടുമാറുവാൻ ശക്തിയോടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ന്യായാധിപന്മാർ 14:6. കർത്താവിന്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചിന്തിക്കളഞ്ഞു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ആവാസത്താലും ശക്തിയായി നിറയട്ടെ. സിംഹത്തെ ചിന്തിക്കാൻ മാത്രം ശക്തിയുണ്ടായ സാംസനെ പോലെ ഞങ്ങളുടെ മക്കളും പരിശുദ്ധാത്മാ ശക്തിയാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.